രാവിലെ മുതൽ തന്നെ രേവതിക്കുട്ടി പുറത്ത് ഹാജരുണ്ട്. അവിടെ നോക്കിയാൽ വണ്ടി വരുന്നത് പെട്ടെന്ന് കാണാമല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നോക്കി നിൽക്കാണ്. മാമച്ചനോ ഗ്രേസമ്മയോ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചപ്പോലും അവൾ അവിടെ നിന്ന് ഓടിയാണ് കേട്ടോ വരുന്നത്. ഇവളെങ്ങനെ എപ്പോഴും മുമ്പിൽ പോയി നിൽക്കുന്നത്? മാമച്ചൻ ഗ്രേസമ്മയോട് ചോദിക്കാണ്. അത് പിന്നെ അലീനയും കൂട്ടരും പാലായിന്ന് ഇന്ന് വരുമല്ലേ, അതിൻ്റെ ഇളക്കാ അവൾ ഇനിയിപ്പോൾ അവിടുന്ന് കയറുമെന്ന് തോന്നുന്നുണ്ടോ? ഓ, അപ്പോൾ അതിൻ്റെ ഇളക്കാണ്. ഒരു കാര്യത്തിന് വിളിച്ചാ നിൽക്കണ്ടേ എന്ന് മാമച്ചൻ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് മാമച്ചൻ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിലേ ക്യാൻസൽ ചെയ്തേക്ക്. അവളിനി നമ്മെ നിലത്ത് തീർത്തെന്ന് കരുതണ്ട എന്ന് ഗ്രേസമ്മ പറയുന്നുണ്ട്. ഒരു തവണ മാമച്ചൻ രേവതിക്കുട്ടിയെ വിളിച്ചു. നീ എന്തിനാ എപ്പോഴും മുമ്പിൽ പോയി നിൽക്കണേ? നോക്കൂത്തിയെ പോലെ. നീ അവിടെ വെച്ച് നിന്നില്ലെങ്കിൽ വർണ്ണവർക്ക് വീട് തെറ്റി പോകുന്നില്ലല്ലോ. ഇവിടെ അങ്ങാണ് നിൽക്ക്. ഒരാവശ്യം വിളിച്ചാൽ കാണണ്ടേ? കണ്ട വാങ്ങി കുശുമ്പ് രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ പറയാണ്. വെറുതെ അല്ല ഇത്രയും പെട്ടെന്ന് തല ഇങ്ങനെ കഷണ്ടിയായി പോയത്. ഗ്രേസമ്മ ചിരിച്ചതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കാറ് വന്ന് മുറ്റത്തേക്കുന്ന സൗണ്ട് കേൾക്കാണ് രേവതിക്കുട്ടി. അത് കേട്ടിടനെ രേവതിക്കുട്ടി തുള്ളിച്ചാടി ഇറങ്ങി ഓടിട്ടോ. വന്നപാടെ അലീനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് രേവതി. ഈ സമയത്ത് ബബിതയും അതുപോലെ തന്നെ കൃഷ്ണമോളും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നാലോ രോഹിത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങാതെ അവിടെ തന്നെ ഇങ്ങനെ മടിച്ചിരിക്കുകയാണേ. രേവതിക്കുട്ടി അലീനെ കെട്ടിപ്പിടിച്ച് ആൻറ്റി അങ്കിളെ ഓടി വാ എന്നൊക്കെ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും ഓടി വരുന്നുണ്ട്. മക്കളെ അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് കയറി വാ. എടി രേവതി, ദേ ആ പെമ്പിള്ളാരും ഒന്ന് നിൽക്കുന്നേ കണ്ടില്ലേ? നീ എന്നിട്ട് നിന്റെ അല്ല ചേച്ചി മാത്രം കെട്ടിപ്പിടിച്ചാൽ മതിയോ? അയ്യോ, ഞാനത് മറന്നു. ചേച്ചിയെ കണ്ട സന്തോഷത്തിൽ ഞാൻ എല്ലാം മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ഓടി വന്ന് ബബിതേനെയും കൃഷ്ണമോളെയും കൂടി വിളിക്കുന്നുണ്ട്. വാ കയറി വാ എന്ന് പറയാണ്. അപ്പോഴേക്കും രോഹിത് മാത്രം കാറിനകത്ത് അങ്ങനെ കഥ അടച്ചിരിക്കുന്നത് കാണുമ്പം രേവതിക്കുട്ടി അലീനെ നോക്കുന്നുണ്ട്. അലീന അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇറങ്ങി വരാണ്. ഡാ, നീ എന്താ മടിച്ചിരിക്കുന്നേ? ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറയുമ്പം അത് വേണോ അല്ല ചേച്ചി, എനിക്ക് എന്തോ പോലെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അതൊക്കെ കിട്ടിക്കോളും. മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്കിയേ. ഇവിടെ വരെ വന്നു, എന്നിട്ട് ഇവിടെ ഇരിക്കാനാണോ പ്ലാൻ എന്ന് ചോദിക്കാണ്. അങ്ങനെ രോഹിത്തും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കൃഷ്ണമോളും ബബിതയും രോഹിത്തും ആശ്ചര്യത്തോടെ ആ വീട് നോക്കിയിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ചെറിയൊരു പാലസ് പോലെ ഉണ്ടല്ലോ, എന്ത് രസാ, എന്ത് ഭംഗിയായി വീട് കാണാൻ. ഈ ഒരു സറൗണ്ടിങ്സും ഈ ഒരു പ്രകൃതി ഭംഗിയും എല്ലാം കൂടി ഒത്തിണങ്ങി നല്ല രസമുണ്ട് കാണാനായിട്ടല്ലേ. സാധാരണ വീക്കെൻഡിലൊക്കെ പോയി നിൽക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ് പോലെ ഉണ്ട് എന്നൊക്കെ കൃഷ്ണമോള് പറയാണ്. മാമച്ച പറയാണ്, എങ്ങനെയുണ്ട് എൻ്റെ ഈ ഒരു ഐഡിയ ഒക്കെ? പിന്നെ അങ്ങനൊന്നും അല്ല കേട്ടോ, ഇവർ അച്ഛൻ്റെയും ഇവരുടെയും എല്ലാവരുടെയും കൂടിയുള്ള ഒരു ഐഡിയ ആയത് എന്ന് ഗ്രേസമ്മ പറയുന്നുണ്ട്. ബാ മക്കളെ, വന്ന് കളി നിൽക്കാതെ കയറി വാ. മോനെ രോഹിത്തെ കയറി വാ എന്ന് മാമച്ചൻ പറയുമ്പോൾ രോഹിത്തിന് അതൊരു കോൺഫിഡൻസ് ആണ് കേട്ടോ. അങ്ങനെ രോഹിത്തും കൃഷ്ണമോളും ബബിതയും എല്ലാം കൂടി അകത്തേക്ക് കയറാണ്. ബബിതയും കൃഷ്ണയും അതുപോലെ അലീനയും രേവതിക്കുട്ടിയൊക്കെ അകത്തോട്ട് കയറുമ്പോൾ രോഹിത് വീണ്ടും മടിച്ച് സ്റ്റെപ്പിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും രോഹിത്തിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് രേവതിക്കുട്ടി ചോദിക്കുകയാണ്, റേപ്പ് വീരൻ എന്താ അവിടെ നിന്ന് കളഞ്ഞത്? കയറി വാ. റേപ്പ് വീരൻ. രോഹിത്തിന് മുഖം വെള്ളക്കടലാസ് കണക്കെ വിളറി വെളുത്തു പോയിട്ടോ. അലീനയും വല്ലാണ്ടായി. ഇതെന്തൊരു വർത്താനാ പെണ്ണെ, ഇങ്ങനാണോ ഒരാൾ വീട്ടിലേക്ക് വരുമ്പം? അലീന അവളോട് ദേഷ്യപ്പെട്ടിട്ടോ. അപ്പോഴേക്കും ഗ്രേസമ്മയും പറഞ്ഞു, ദേ രേവതിക്കുട്ടി, നല്ല അടിയാൻ വെച്ച് തരും കേട്ടോ. ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? അവനിപ്പോൾ തന്നെ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായി വരികയല്ലേ. ആ സമയത്ത് നീ കൂടി ഇങ്ങനെ സംസാരിക്കരുത് കേട്ടോ. നല്ല തല്ല് ഞാൻ വെച്ച് തരും. മോനെ രോഹിത്തെ, അതൊന്നും കാര്യാക്കണ്ട, ഇവളങ്ങനാ, വാ പോയൊരു കോടാലിയാ എന്ന് മാമച്ചനും കൂടി പറയുന്നുണ്ട്. അയ്യോടി മോളെ, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, കയ്യിൽ സ്റ്റീലിന്റെ ബ്രേസ്ലെറ്റ് മുട്ടി നിൽക്കുന്ന ഫോട്ടോയും കണ്ടു. പിന്നെ പത്രത്തിൽ വരാത്തൊരു കേസുണ്ടല്ലോ, അലിന ചേച്ചിക്ക് ലെമൺ ജ്യൂസിനകത്ത് മയക്കുമരുന്ന് കലക്കി തന്നു കുടിപ്പിച്ചിട്ട് കത്രിക. അലീന രോഹിത്തിനെ നോക്കിയിട്ടോ മുഖത്ത് അടിയേറ്റ പോലെ നിൽക്കാണ്. ഇവള് പറയണമൊന്നും നീ കണക്കാക്കണ്ട, വാ അലീന വിളിച്ചു. രോഹിത്ത് അനങ്ങിയില്ല കേട്ടോ. രേവതിക്കുട്ടി അലിന്റെ തോളത്തുനിന്ന് കൈയെടുത്ത് രോഹിത്തിനടുത്തേക്ക് ചെന്നിട്ട് അവന്റെ കയ്യിലിരുന്ന ബാഗുകൾ പിടിച്ചു വാങ്ങി. എന്നിട്ട് അവന്റെ കയ്യിൽ പിടിച്ചു. പിന്നെ എന്ത് വിചാരിച്ചാ ഇങ്ങോട്ട് പോകണത്? ഞങ്ങൾ എല്ലാരും കൂടി താലപ്പൊലെടുത്ത് പൂമാലിട്ട് സ്വീകരിക്കുന്നോ? എന്റെ അടുത്ത് ഈ തൊലിക്കെട്ടിന്ന് പോനെ മോനെ, വാ. രോഹിത്തിനെ പ്രതിഷേധിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ രേവതിക്കുട്ടി യാതൊരു സങ്കോചമില്ലാതെ അവന്റെ കൈയെടുത്ത് കഷ്ടത്തിലിറുക്കി പിടിച്ച് വലിച്ചുകൊണ്ട് നടന്നപ്പോൾ നിസ്സഹായതയോടെ അവനെ പിന്നാലെ ചെല്ലേണ്ടി വന്നു. ഹാളിൽ മാമച്ചനും ഗ്രേസമ്മയും എല്ലാവരും ഇങ്ങനെ നിൽക്കാണ്. അലീന ഹൃദയമായ പുഞ്ചിരിയോടെ അവരെ സമീപിച്ചു. ആന്റിക്ക് സുഖമല്ലേ? ഗ്രേസമ്മ പുഞ്ചിരി നീക്കൊണ്ട് തലയാട്ടി. അതേ മോളെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇവളുണ്ടല്ലോ, ഞങ്ങൾക്ക് പിന്നെ എന്ത് കുഴപ്പം വരാനാ? അപ്പോ മാമച്ചൻ പറയാണ്, അതെ, ഞങ്ങളുടെ പ്രശ്നവും ഞങ്ങളുടെ അസുഖമൊക്കെ ഇവള് തന്നെയാ, അല്ലാതെ വേറെ ആരും അല്ല. അപ്പോ രേവതിക്കുട്ടി പറയാണ്, കൊള്ളാലോ,
അലിൻ ചേച്ചിയെ കണ്ടപാടെ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ അങ്ങ് ഉപേക്ഷിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മോളെ, ഇപ്പൊ ഇവിടുത്തെ രാജാവും അധികാരവും ഭരണമെല്ലാം ഇവളുടെ കയ്യിലല്ലേ, ഞങ്ങളുടെ മിണ്ടാതെ നിൽക്കുന്നതേ ഉള്ളൂ എന്ന് മാമച്ചനും ഗ്രേസമ്മയും കൂടി പറയാണേ. ബബിതയ്ക്കും കൃഷ്ണമോക്കും ഒക്കെ ഇത് കണ്ട് വലിയ സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കാണ്, അല്ല അപ്പോൾ നിങ്ങൾക്ക് മക്കളൊന്നും ഇല്ലേ എന്ന് ബബിത ചോദിക്കുമ്പോൾ ഗ്രേസമ്മയുടെയും അതുപോലെ മാമച്ചൻ്റെയും മുഖമൊന്ന് വാടിയിട്ടോ. ഈ സമയം അലീന ബബിതയെ നോക്കി, അയ്യോ ഞാൻ ചോദിച്ചത് തെറ്റായി പോയോ? ഗ്രേസമ്മ പറയാണ്, ഇല്ല മോളെ, ഒരിക്കലും ഇല്ല, ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു, അവന് മരിച്ചു പോയതാ എന്ന് പറയുമ്പോഴേക്കും അയ്യോ സോറി കേട്ടോ എന്ന് പറയാണ്. ആ ഒന്നും സാരമില്ല. അല്ല അലീന മോളെ, നീ ഈ കഥയൊന്നും അവരോട് പറഞ്ഞിട്ടില്ലേ? ഞങ്ങളിപ്പോൾ കൂട്ടായിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഇന്ന് രാത്രി ഇരുന്ന് ഞങ്ങൾ കഥകൾ മൊത്തം പറയാൻ പോവാ അല്ലേ ബബിതേ എന്ന് ചോദിക്കുമ്പം അതെ അതെ എന്ന് പറയുന്നുണ്ട്. വാ എല്ലാവരും കയറി അകത്തേക്ക് ഇരിക്കുക എന്നും പറഞ്ഞ് അവരെ ക്ഷണിച്ചുകൊണ്ട് ഗ്രേസമ്മ അകത്തേക്ക് കയറുന്നുണ്ട്. രോഹിത്ത് ഒന്നും മിണ്ടാതെ നിൽക്കാണ് കേട്ടോ. ഈ സമയത്ത് രോഹിത്തെ നീ എന്താ ഒന്നും മിണ്ടാത്തേന്ന് മാമച്ചൻ ചോദിക്കുന്നുണ്ട്. ചീറപ്പ് മാൻ. മാമച്ചൻ അവൻ്റെ തോളത്ത് തട്ടി. ഒരന്യൻ്റെ വീട്ടിൽ എത്തിച്ചേർപ്പെട്ട പോലുള്ള അകൽച്ചയൊന്നും വേണ്ട കേട്ടോ. നിന്റെ വീട് പോലെ കരുതാം. അലീന ഞങ്ങൾക്ക് മോളെ പോലെയാ. അലീനയുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ അന്യനാവും എന്ന് പറയുമ്പോൾ അല്ല ചേച്ചി മാത്രമേ ഉള്ളോ മോളെ പോലെ, അപ്പം ഞാനോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുകയാണ്. നീയോ ഈ വീടിൻ്റെ സെർവൻറ്റ്? നീ പോയി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക്, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അതും വിളമ്പ്, ഇതൊക്കെ പറയണോടി എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്ന പോലൊക്കെ അഭിനയിക്കുകയാണ്. മാമച്ചൻ അവളോട് പറയുമ്പോൾ കിട്ടേണ്ടത് ചോദിച്ചു വാങ്ങിച്ചല്ലോ, ചെല്ല്. ഗ്രേസമ്മ പറഞ്ഞ് ആദ്യം ഇവർക്ക് മുറി കാട്ടിക്കൊടുക്ക്, എല്ലാവരും ഡ്രസ്സൊക്കെ കൊണ്ട് വെക്കട്ടെ എന്ന് ഗ്രേസമ്മ പറയാണ്. രേവതിക്കുട്ടി അലീനയും രോഹിത്തിനെയും അതുപോലെ ബബിതയും കൃഷ്ണയും എല്ലാം കൂട്ടിക്കൊണ്ട് അകത്തേക്ക് നീങ്ങാണ്. അതിനിടയിൽ മാമച്ചന് നേർക്ക് ഒരു കൂർത്തു നോട്ടം തന്നെ നോക്കി സ്വരം താഴ്ത്തി പറയുകയും ചെയ്തു, കുണിയും കൊണ്ട് വരും എൻ്റെ അടുത്ത്, അന്നേരം ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ രോഹിത്തിനുള്ള മുറി രേവതിക്കുട്ടി കാണിച്ചു കൊടുത്ത് അവൻ്റെ ബാഗും അവിടെ വെച്ചു. നീ ഇതൊക്കെ നേരത്തെ ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നോ? ആരെയും ചോദിക്കുന്നുണ്ട്. പിന്നെ വീറിനല്ലേ വരുന്നത്, ഒരു കുറവും ഉണ്ടാകരുതല്ലോ. പിന്നെയും പരിഹാസം. രോഹിത്തിന്റെ മുഖം വീണ്ടും വാടിയിട്ടോ. അല്ല ചേച്ചി, എൻ്റെ റൂമിലേക്ക് വാ. രേവതിക്കുട്ടി അവളെ വിളിച്ചുകൊണ്ട് പോയി. രോഹിത് എന്ത് ചെയ്യണമറിയാതെ നിന്നു. ഇങ്ങോട്ട് പോരണ്ടായിരുന്നു പോലും അവന് തോന്നി തുടങ്ങി. ഏതാണ്ട് 1/4 മണിക്കൂറിന് ശേഷം അലീന രേവതിക്കുട്ടിയും കൂടി കൃഷ്ണൻ ബബിതയെ കൂടി അവൻ്റെ മുറിയിലേക്ക് വന്നിട്ടോ. അല്ലയുടെ കയ്യിൽ ചായക്കപ്പുണ്ട്. അങ്ങനെ രേവതിക്കുട്ടിയുടെ കയ്യിലെ ഡ്രയിൽ നിന്നും മറ്റ് 2 ചായക്കപ്പുകൾ. അങ്ങനെ 4 പേരും കൂടി ആ മുറിയിലിരുന്ന് ചായ കുടിക്കാണ്. ദൈവമേ, എന്ത് ആൻസറിനെയാണെന്ന് നോക്കിയേ, ഞാൻ നിർത്തിയിട്ട് പോയ സ്ഥലത്തിന് അനങ്ങിയിട്ടില്ല. രേവതിക്കുട്ടി രോഹിത്തിനെ കളിയാക്കിക്കൊണ്ട് പറയാണേ. അവൾ അവൻ്റെ അടുത്ത് നിന്ന് ചായക്കപ്പ് നീട്ടി. എനിക്ക് വേണ്ട. അവനത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ രേവതിക്കുട്ടി പറയാണ്, ദേ പിണങ്ങി. അല്ല ചേച്ചി, ഒരു തൊട്ടവാടിയാണോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ എന്ന് ചോദിച്ച് കളിയാക്കാണ്ട് രേവതിക്കുട്ടി. നീ അവനെ കളിയാക്കിയിട്ടല്ലേ? ഓ, ഞാൻ റേപ്പ് വീണെന്ന് വിളിച്ചതാണ് പ്രശ്നം. ഇനി മേലെ ഞാൻ ഞങ്ങളെ വിളിക്കത്തേ ഇല്ല എന്നൊന്നും വിചാരിക്കണ്ട. ഒന്നുകിൽ പൊന്നുമോൻ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു കാണ്ടാമൃത്തിന് തൊലിക്കട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ചമ്മയുള്ളേറെ വെളുത്തുനാറി നശിച്ച ഇവിടുന്ന് പോകത്തുള്ളൂ. ഈ ചായക്കപ്പ് വാങ്ങിച്ചില്ലെങ്കിലേ ഇപ്പൊ തന്നെ ഞാൻ ഒന്നുകൂടി വിളിക്കും. രോഹിത് പെട്ടെന്ന് ചായക്കപ്പ് വാങ്ങിട്ടോ. ചായ കുടിച്ചു കഴിയുമ്പോഴേക്കും മാമച്ചൻ അങ്ങോട്ടേക്ക് വന്നു. അയാൾ എവിടേക്ക് പോകാൻ വേഷം മാറി നിൽക്കായിരുന്നു. അങ്കിൾ എങ്ങോട്ടാ? ഞങ്ങളെ കണ്ടുടൻ രക്ഷപ്പെടുവാണോ? അലനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണേ. രക്ഷപ്പെടാൻ ഇനിയും സമയമുണ്ട്. എനിക്ക് പുറത്തേക്ക് വരുന്ന പോണം. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ലെങ്കിലേ ഞങ്ങളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറയുമ്പം ഞങ്ങൾ എത്ര നേരം യാത്ര ചെയ്ത് വന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. എന്നാലേ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൂടി അദ്ദേഹം പോയിട്ടോ. അപ്പോഴേക്ക് രോഹി പറയാണ്, ഞാനും കൂടി വരാം. അങ്ങനെ ഇപ്പൊ പോവണ്ട എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ടേ. അവളങ്ങാനൊക്കെ പറയും, നീ വരുന്നുണ്ടെങ്കിൽ വാ, മാമച്ചൻ പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് അയാളുടെ പിന്നാലെ പോകുന്നുണ്ട്. അല്ലെങ്കിലും ഇവ പെൺപിള്ളേരെല്ലാം നടക്കിരുന്ന് ഇവൻ ബോറടിക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് മാമച്ചൻ അവനെ കൂടെ കൂട്ടുകയാണ്. രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, തിരിച്ച് ഇങ്ങോട്ടല്ലേ വരുന്നേ? രേവതിക്കുട്ടി പിന്നിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അവൾ അലീനയെയും കൂട്ടി ഗ്രേസമ്മയുടെ അടുത്തേക്ക് പോയിട്ടോ. ബബിതയും കൃഷ്ണമോളും കൂടെ തന്നെയുണ്ട്. മാമച്ചനും രോഹിത്തിനും 1 മണിയോടെ തിരിച്ചെത്തി. ഊണൊരുക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു രേവതിക്കുട്ടിയും അലീനയും ഗ്രേസമ്മയും ബബിയും കൃഷ്ണയും എല്ലാവരും കൂടി. ഇവരും കൂടി വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ടോ. എല്ലാവരും അങ്ങനെ ഒരുമിച്ച് ഊണിരുന്ന് കഴിക്കുകയാണ്.
അതിനു മുമ്പേ തന്നെ ആ വീടും പരിസരവും എല്ലാം കൃഷ്ണമോളും ബബിതയും കൂടി ചുറ്റിയാണെന്ന് കാണുന്നുണ്ട് കേട്ടോ. ഈ സമയം രേവതിക്കുട്ടിയുടെ മുറി കണ്ട് രണ്ടുപേരും അന്താളിച്ച് നിൽക്കാണ്. വളരെ മനോഹരമായ ഒരു ഹോട്ടൽ റൂമിൽ പോലൊക്കെ തോന്നിക്കുന്ന നല്ലൊരു മുറി കേട്ടോ. ബബി ചോദിക്കാണ്, നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്, ഇത് എൻ്റെ മുറിയാ എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. എന്നിട്ട് രേവതിക്കുട്ടി പറയാണ്, ഓർഫനേജിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മുറിയിലായിരുന്നു. ചിലപ്പോൾ തറയിൽ പായിട്ട് കിടക്കും. അങ്ങനെ ആർക്കും സ്പെഷ്യലായിട്ട് സ്ഥലമൊന്നും ഇല്ലല്ലോ, എല്ലാവരും കിട്ടുന്നിടത്തൊക്കെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നതാ. എന്നെ ഇവർ ദത്തെടുത്തതിന് ശേഷേ ഞാൻ എൻ്റെ ഈ മുറി ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കണ്ണുനീര് തുടയ്ക്കാണ്. അപ്പോഴേക്കും അലിയ പറയുന്നുണ്ട്, സാരില്ല മോളെ, നമ്മൾ അനുഭവിച്ചതിനൊക്കെ ദൈവം ഇപ്പോൾ മോക്ക് മടക്കി തന്നില്ലേ ഇതുപോലെ നല്ലൊരു അച്ഛനെയും അമ്മേനെയും എന്ന് പറയാണ്. ബബി പറയുന്നുണ്ട്, രേവതിക്കുട്ടിയോട് ഇവർ നല്ല രീതിക്കാണോ പെരുമാറാറ്, നല്ല സ്നേഹമാണോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളത് കാണുന്നില്ലേ, എന്നോട് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് എന്നോട്. അത് മാത്രമല്ല, ഈ വീട്ടിലെ സർവ്വ അധികാരവും ഇപ്പം എനിക്ക് നൽകിയേക്കുന്നത് ഒരു സെർവൻ്റായിട്ടാണ് ഇവിടെ എന്നെ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും എന്നോട് ഒരിക്കലും പെരുമാറാറില്ല. ഈ വീട്ടിൽ അത്യാവശ്യം ജോലിയൊക്കെ ഞാൻ ചെയ്യും, ആൻറ്റിയും എന്നെ കൂടെ തന്നെ കൂടും, അതുപോലെ അങ്കിളും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ എന്നെ കോളേജിൽ ചേർത്തു, ഞാൻ കോളേജിലും പഠിക്കാൻ പോകാറുണ്ട്. ഇപ്പോൾ ഒരു വലിയ വീട്ടിലെ പെങ്കുച്ചിനെ പോലെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ഒരു കുറവും അവർ വരുത്തുന്നില്ല. അവരുടെ എല്ലാ സന്തോഷവും ഇപ്പം ഞാനാ. അവരൊരു മോൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ മോൻ പണ്ട് മരിച്ചു പോയതാ ഒരു ആക്സിഡൻറ്റിൽ. ഏകദേശം ഇപ്പോൾ ഒരു 1.5 വർഷവും 2 വർഷമൊക്കെ ആയി കാണും, ഒരു 2-3 വർഷമൊക്കെ ആയി കാണുള്ളൂ. അത്രേ ഉള്ളൂ. ആ ഒരു ചേട്ടനെ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ പയ്യനും കൂടി പോയ പിന്നെ ഇവരൊക്കെ ഒറ്റപ്പെട്ട അവസ്ഥയിലാ. അങ്ങനെയാ ഒരു സെർവന്റിനെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞിട്ട് അവർ വന്നത്. അങ്ങനെയാ എന്നെ കണ്ടു കിട്ടിയതും കൊണ്ടുവന്ന കുറച്ച് ദിവസമൊക്കെ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. പിന്നെ ഇപ്പം അത് മാറി. എന്നെ സ്വന്തം അമ്മയച്ഛനെ പോലെയാ എനിക്കവർ എന്ന് പറയുന്നുണ്ട്. കൃഷ്ണ പറയാണ്, അന്ന് അയലച്ചി പറഞ്ഞില്ലേ ഏതോ ഒരു സ്ഥലത്ത് അച്ഛനെ കാണാൻ പോയിരുന്നെന്ന്. അതെ, ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ പോയിരിക്കായിരുന്നു. അച്ഛന് ക്യാൻസറാ, പക്ഷെ ഇപ്പം നന്നായി ഭേദപ്പെട്ട് വന്നു. ഇവിടെ വന്നിരുന്നു അച്ഛനും വല്യച്ഛനും കൂടി എന്നെ കാണാനായിട്ട്. അമ്മ ചെറുപ്പത്തിലെ സുഖസ്ഥിരുന്ന പറയുന്നേ, വേറെ ബന്ധുക്കളാരുമില്ല. ഈ അച്ഛനും അച്ഛൻ്റെ അച്ഛനും മാത്രമേ ഉള്ളൂ. അച്ഛൻ വേറെ വിവാഹം കഴിച്ചാൽ ആ ഭാര്യയൊക്കെ ആ വീട്ടിൽ തന്നെ ഉണ്ട്. അതങ്ങനെ ഒരു ട്രാജിക് സ്റ്റോറി എന്ന് പറയാണ്. മതി, വാ നമുക്ക് കഴിക്കാൻ പോയിരിക്കാം എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മാമച്ചനോട് ചോദിക്കുകയാണ്, അല്ലെങ്കിലേ ഇന്ന് എന്തൊക്കെയാ പരിപാടി പ്ലാൻ ചെയ്തേക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഇന്ന് എന്തൊക്കെയാ പ്ലാനിങ് എന്ന് ചോദിക്കുകയാണ്. അപ്പം രേവതിക്കുട്ടി പറഞ്ഞു, കേൾക്കട്ടെ, വൈകിട്ട് ബീച്ചിൽ, രാത്രി പഞ്ചാബ് റെസ്റ്റോറൻറ്റ് ഭക്ഷണം, സെക്കൻഡ് ഷോ സിനിമ, ഇത്രയേ ഉള്ളോ? ഞാൻ ഓർത്ത് ഷോപ്പിംഗ് നൈറ്റ് ക്ലബും കൂടി ഉണ്ടാവുമെന്ന്. അതെല്ലാം നാളെ എന്ന് മാമച്ചൻ പറയുന്നുണ്ട്. കഴിക്കുന്നതിനിടയിൽ രേവതിക്കുട്ടി അലീനയുടെയും രോഹിത്തിൻ്റെയും പ്ലേറ്റുകളിലേക്ക് കൂടി വിളമ്പോടി ചെയ്തിട്ടോ. വീരന് ഫിഷ് ഫ്രൈ ഒരെണ്ണം കൂടി വെക്കട്ടെ അവൾ ചോദിക്കുകയാണ്. വീരനോ? അതിൻ്റെ പേരായെന്ന് മാമച്ചനും ഗ്രേസിനെയും ചോദിക്കുകയാണേ. ഇദ്ദേഹത്തിന് അങ്ങനൊരു പേരും കൂടി ഉണ്ടെങ്കിലേ വീരൻ എന്ന് പറയാണ്. വീട്ടിലെങ്ങാണോ വിളിക്കുന്നത് എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പം വീട്ടിലല്ല നാട്ടിലെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. വീരന്റെ പുറകിൽ ഒരു വാലും കൂടിയുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വാലോ? മാമച്ചൻ ചോദിക്കാണ്. നമ്മൾ TV-യിൽ പരസ്യങ്ങൾ കാണാറില്ലെങ്കിലേ, സിനിമാ നടി വരുന്നു, ജ്വലയുടെ മുമ്പിൽ കാറിൽ നിന്ന് ഇറങ്ങുന്നു, അകത്ത് കയറുന്നു, വരുന്നു, ജ്വലയുടെ മുമ്പിൽ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് കഴുത്തിലും കാതിലും കരയിൽ അണയുന്നു, അങ്ങനെ വെച്ച് നോക്കുന്നു, ഒടുവിൽ സ്വർണ്ണാഭരണ വിഭൂഷിയായി വന്ന് നല്ല സ്വർണത്തിന് പുഞ്ചിരി മറ്റും ജ്വല്ലറി എന്ന് പറയുന്നു. ആദ്യത്തെ ഒരാഴ്ച പരസ്യം മുഴുവനും കാണിക്കും, പിന്നെ അവസാനത്തെ 5 സെക്കൻഡ് കാണിക്കും. നല്ല സ്വർണത്തിന് പുഞ്ചിരി മറ്റും ജ്വല്ലറി എന്ന് പറയുമ്പോഴേക്കും പരസ്യം തീർന്നു. എന്നാലും നമ്മുടെ മനസ്സിൽ ആദ്യം കണ്ട പരസ്യം മുഴുവൻ തെളിഞ്ഞു വരും. ശരിയല്ലേ? അത് ശരിയാ, സമ്മതിച്ചെങ്കിലും അവൾ എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് മാമച്ചനോ മറ്റുള്ളവർക്ക് മനസ്സിലായില്ല കേട്ടോ. വീരനെന്ന് ഞാൻ പറയുമ്പോഴും ഇവിടെ ചിലരുടെ മനസ്സിൽ അങ്ങനെ ചില ഫ്ലാഷ് ബാക്കുകളൊക്കെ തെളിഞ്ഞു വരും. പരസ്യത്തിന്റെ അവസാനത്തെ 5 സെക്കൻഡ് ഷോ വീരൻ എന്ന് പറയാണ്. രോഹിത്തിന്റെ മുഖം വളരെ വെളുത്തിട്ടോ. അതിന് ആരും കാണാതെ രേവതിക്കുട്ടിയുടെ തുടയിൽ നുള്ളുന്നുണ്ട്. രേവതിക്കുട്ടി പരിഹസിക്കുകയാണെന്ന് മാമച്ചന് ഗ്രേസമ്മയ്ക്ക് മനസ്സിലായിട്ടോ. ഇവള് പറഞ്ഞൊന്നും ഓൻ കാനയാക്കണ്ട, ഇതൊരു നാണം കിട്ട ജീവിയാ. മാമച്ചൻ രോഹിത്തിനോട് പറയാണ്. ഊണ് കഴിഞ്ഞ് മുറിയിൽ വന്നപ്പോൾ രോഹിത് അലിനോട് പരാതിപ്പെട്ടു. എങ്ങനെയാണെങ്കിൽ ഞാനില്ല, ഇന്ന് തന്നെ തിരിച്ചു പോയേക്കാം. അതിനിപ്പോൾ എന്ത് സംഭവിച്ചു? ആ പെണ്ണ് പറഞ്ഞ് അന്വേഷിച്ച് കേട്ടതല്ലേ, അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഫ്ലാഷ് ബാക്ക് തെളിഞ്ഞു വരുമത്രേ. അത് കേട്ടുകൊണ്ട് രേവതിക്കുട്ടി മുറിയിലേക്ക് വന്നു. തെളിഞ്ഞു വരും, അവൾ പറഞ്ഞു. വിജനമായ ഒരു റബ്ബർ തോട്ടം, അതിന് നടുവിൽ ആൾതാമസത്തിന് വീട്, പിന്നെ ഒരു ലോക്കപ്പ് റൂം, പോലീസ്, സബ് ജയില്, ഇതൊക്കെയല്ലേ ഫ്ലാഷ് ബാക്ക് എന്ന് ചോദിക്കുകയാണ്. അന്വേഷിച്ച് കേട്ടല്ലോ, മനപ്പൂർവ്വം അപമാനിക്കല്ലേ? രോഹിത് വീറോടെ ചോദിക്കാണ്. എൻ്റെ മോനെ, ഇവളെ കൊണ്ട് ഇവിടുത്തെ അങ്കിളും ആദ്യം വരെ തോറ്റ് തുന്നമ്പാടി ഇരിക്കാം.
പിന്നെ അവർ പറഞ്ഞില്ലായിരുന്നോ ഇവൾ പറഞ്ഞൊന്നും വകവെക്കേണ്ടെന്ന്? ഇവിടുത്തെ സെർവൻ്റ് ആണെന്ന്. വേലക്കാരുടെ വാക്കിന് എന്താ വില? അലീന പറയുന്നുണ്ട്. വേലക്കാരികളെല്ലാം ഇങ്ങനെയാണോ? രോഹിത്തിന്റെ അമർഷം അടങ്ങിയില്ല. കോമൺ സെൻസ് ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയാൻ വയ്യാത്തത്? അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സാമാന്യം ഇവരുള്ള ആരെങ്കിലും വീട്ടിൽ കയറി വരുന്ന അതികളോട് ഇങ്ങനെ സംസാരിക്കോ? ഇതൊരു പൊട്ടിയാ, ബുദ്ധി വളർച്ച ഇല്ലാതായിപ്പോയി എന്ന് അലീന അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവൻ രേവതിക്കുട്ടിയെ തുറച്ചു നോക്കുകയാണ്. അവളൊരു പരിഹാസ ചിരി ചുണ്ടിലെടുത്ത് നിൽക്കുകയാണ് കേട്ടോ. നീയും വേണമെങ്കിൽ ആ ഇരട്ടപ്പേര് ഇവളെ വിളിച്ചോ. അലീന പറഞ്ഞു. കൊച്ചായിരുന്നപ്പോ ഞങ്ങളുടെ കണ്ണം തെറ്റിയാ മതി. കിച്ചണിൽ നിന്ന് ഒരു അരിവാളം എടുത്തോണ്ട് ഇവൾ സ്നേഹനികേതത്തിന് പുറത്തിറങ്ങും. പിറകിലെ മുറ്റത്തൊരു നാട്ടുമാവ് നിൽപ്പുണ്ട്. അരിവാളിന്റെ ചുണ്ട് വെച്ച് അതിൽ കൊത്തിക്കൊണ്ടേയിരിക്കും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഇവൾക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. ആ സമയത്ത് ഇവളുടെ കലയിൽ നിന്ന് അരിവാൾ പിടിച്ചു വാങ്ങിച്ചാല് ചാവാൻ പോണ പോലെ നിലത്ത് വീണ് കിടന്ന് അലറി കരഞ്ഞുകൊണ്ടിരിക്കും. പിറ്റേ ദിവസം ആരും കാണാതെ അരിവാൾ എടുത്തോണ്ട് പോയിട്ട് മരത്തിൽ കൊത്തുന്നത് കാണാം. ഒടുക്കം ഞങ്ങൾക്കൊരു പേരിട്ടു, മരം കൊത്തി. രോഹിത്തിന് അല്പം ആശ്വാസമായി. അവൾ രേവതിക്കുട്ടിയെ നോക്കി, ഒന്ന് വിളിച്ചേ കേൾക്കട്ടെ. അവൾ കൂസലിനെ നിൽക്കാണ്. രോഹിത് മുഖം തിരിച്ചു കളഞ്ഞു. ഗ്രേസും മുറിയിലേക്ക് വന്നു. അവർ അലിനോട് പറഞ്ഞു, മാമച്ചായം വിളിക്കുന്നു, വിശേഷങ്ങളൊക്കെ ചോദിക്കാനായിരിക്കും. അലിന് ആകാംക്ഷയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിട്ടോ. ഞാനും വരുന്നു. പിന്നാലെ രേവതിക്കുട്ടിയും പോയി. ഗ്രേസമ്മ അനുകമ്പയോടെ രോഹിത്തിനെ നോക്കി. അലിയുടെ സഹോദരൻ. അങ്ങനെയാണ് അവർ അവനെ കാണുന്നത്. അവന്റെ മുഖത്തെ വല്ലായ്മ മനസ്സിലാക്കി അവർ പറഞ്ഞു, രേവതിക്കുട്ടി നാക്കിനെല്ലില്ലാതെ വല്ലതുമൊക്കെ പറഞ്ഞത് കേട്ട് നീ വിഷമിക്കൊന്നും വേണ്ട. നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവൾക്ക് സന്തോഷമേ ഉള്ളൂ. രോഹിത്തിന്റെ കണ്ണുകളിൽ സംശയം ബാക്കി കേട്ടോ. അലീനെ അവള് എപ്പോഴും വിളിക്കും. ആ സമയത്ത് കിട്ടുന്ന വിവരങ്ങളെല്ലാം ഞങ്ങളോട് പറയും. ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് നീ പശ്ചാത്തപിച്ചതും എല്ലാവരോടും ക്ഷമ പറഞ്ഞതും അലീനെ സ്വന്തം ചേച്ചിയെപ്പോലെ സ്നേഹിച്ചു തുടങ്ങിയതും എല്ലാം നിനക്കുണ്ടായ മനമാറ്റത്തെക്കുറിച്ച് വലിയ സന്തോഷത്തോടെയാ അവൾ പറയാറ്. അതുകൊണ്ടാ പറഞ്ഞത്, കഴിഞ്ഞൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. മോശക്കാരനാണെന്ന് വിചാരിക്കേ വേണ്ട. തെറ്റുപറ്റാത്തതായിട്ട് ആരുമില്ല. നിന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടിട്ടാ ഞാനതൊക്കെ പറഞ്ഞത്. അവൻ ഗ്രേസമ്മയെ നോക്കി ഒന്ന് ചിരിച്ചിട്ടോ. വേണമെങ്കിൽ ഒന്ന് കിടന്നോ, വൈകിട്ട് പുറത്തു പോകണ്ടല്ലേ. ഗ്രേസമ്മ മുറി വിട്ടിറങ്ങി. അവർ മാമച്ചായന്റെ അടുത്ത് ചെന്നു. അലിന് നിലവിലുള്ള സ്ഥിതിഗതികളൊക്കെ മാമച്ചാണ്ട് വിരിക്കുകയാണ്. കൂടെ ബബിതയും കൃഷ്ണനും കേട്ടോ. പാലായിലെ എൻ്റെ ജോലി ഏറെക്കുറെ തീർന്നെങ്കിലേ ഇനി അടുത്ത സ്ഥലം നോക്കണം, അവൾ പറഞ്ഞു നിർത്തി. അത് വലിയ കഷ്ടമാണല്ലോ മോളെ. എല്ലാവരും നിന്നോട് ഇഷ്ടം കാണിച്ചു തുടങ്ങിയപ്പോൾ നിനക്ക് അവിടുന്ന് പോകേണ്ടി വരികയാണല്ലോ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയാണ്, ഞങ്ങൾ ആവുന്ന പറഞ്ഞതാ ചേച്ചിയുടെ പോകണ്ടാന്ന്. അമ്മ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും എന്ന് വെച്ച് ചേച്ചി പോകേണ്ട കാര്യമുണ്ടോ? ബബിയും പറയുന്നുണ്ട്. അതെ, ഞങ്ങളൊക്കെ ചേച്ചി ഒന്ന് സ്നേഹിച്ചു വരുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ സ്വഭാവമൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് നേരെ വരുമായിരുന്നു. അപ്പോഴാണ് ചേച്ചി ഇങ്ങനൊരു ബോംബിട്ടത്. അച്ഛൻ പറഞ്ഞിട്ട് പോലും ചേച്ചി അനുസരിക്കുന്നില്ല. അച്ഛൻ്റെ മകളാണെന്നാ ഞങ്ങളെല്ലാം കരുതിയത്. പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത് അച്ഛൻ്റെ സ്വന്തം ചോരയല്ല ചേച്ചിയെന്ന്. അതുകൊണ്ടിപ്പോൾ അച്ഛന് പോലും പറയാൻ ഒരു വോയിസും ഇല്ല എന്ന് പറയുന്നുണ്ട്. മാമച്ചൻ ചോദിക്കുകയാണ്, അല്ല ബാലനൻ എങ്ങോട്ടാ പോയെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എങ്ങോട്ട് പോയതാ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, എനിക്ക് സേഫായിട്ടുള്ള ഏതോ സ്ഥലം കണ്ടെത്താനായിട്ടാ പോയിരിക്കുന്നത്. ഗോവർദ്ധനങ്ങളും ഉണ്ട്. രണ്ടുപേരും കൂടി ഒരു 3 ദിവസത്തെ യാത്രയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പോയത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യത്തിനായിരിക്കുമെന്ന്. അതുകൊണ്ടാ ഞങ്ങൾ ഒട്ടും താമസിയാതെ ഇങ്ങോട്ട് പോകുന്നത് എന്ന് അലീന അദ്ദേഹത്തോട് പറയുന്നുണ്ട്. സാറില്ലങ്ങളെ, എനിക്കൊരു സന്തോഷമുണ്ടല്ലോ. അങ്കിളിന് രോഹിതിനെ കണ്ടിട്ട് എനിക്ക് തോന്നി നിങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തില്ലേ, അവൻ എന്തുമാത്രം മാറിപ്പോയെന്നറിയോ? നല്ല അനുസരണയുള്ളവനായി, വീണ്ടും വിചാരമുള്ളവനായി, സ്നേഹമുള്ളവനായി. കോംപ്ലക്സ് ഒട്ടും കുറഞ്ഞിട്ടില്ല. ഞാനൊന്ന് കളിയാപ്പോഴേക്കും ആളങ്ങ് ഐസായിപ്പോയി. മുഖം കാണായിരുന്നു. രേവതിക്കുട്ടി പറയുമ്പോൾ, നീ എന്തിനാ അവൻ്റെ അടുത്ത് അത്രയും കടത്തി പറയാൻ പോയത്? അതിനവളോട് ദേഷ്യപ്പെടുന്നു കേട്ടോ. രോഹിത്തിൻ്റെ കാര്യം ചേച്ചി ശ്രദ്ധിക്കേ വേണ്ട. അതെനിക്ക് വിട്ടുന്നേക്ക്. 2-3 ദിവസം കൊണ്ട് ഞാൻ ശരിയാക്കിയെടുക്കാം. കക്ഷിക്ക് നാണക്കേടും മാനക്കേടും ലേശം കൂടുതലാ. ഒന്ന് പൊളിച്ചെടുക്കാലേ ശരിയാകത്തുള്ളൂ. രേവതിക്കുട്ടി പറയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും മോളെ? ഗ്രേസമ്മ അയലിനോട് ചോദിക്കുകയാണ്. അവിടെ നിന്നാലും പോയേ പറ്റുള്ളൂ അല്ലെങ്കിലേ അമ്മ വീട്ടിൽ വരില്ല. വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് വിവാഹമോചനത്തിന് കേസ് കൊടുക്കും. ഞാനതിന് കാരണക്കാരിയാൻ പാടില്ല. എല്ലാവരും അലിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അതെന്തൊരു സ്ത്രീയാ എന്ന് അവരൊന്ന് മനസ്സുവെച്ചെങ്കിൽ നിനക്ക് ആ വീട്ടിൽ ഇനിയും താമസിക്കായിരുന്നില്ലേ? ആരെയും ഒന്നും അറിയിക്കാതെ തന്നെ. ഗ്രേസമ്മ ഇങ്ങനെ ദേഷ്യത്തോടെ പറയുമ്പോൾ ബബിത ഒന്നും മനസ്സിലാവാത്ത പോലെ അവരെ നോക്കുന്നുണ്ട്. കൃഷ്ണയ്ക്കെല്ലാം അറിയാലോ, അമ്മയുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. ഭയങ്കര വാശിക്കാരിയാ എന്ന് കൃഷ്ണയെ പറയുന്നുണ്ട്. അതുകൊണ്ടാണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി എന്ന് പറയുമ്പം കൃഷ്ണ പറയാണ്,
അച്ഛൻ അതിനല്ലേ ചേച്ചി പോയിരിക്കുന്നത്. അച്ഛൻ ശരിയാക്കുമായിരിക്കും. ചേച്ചിക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ അച്ഛൻ കണ്ടുപിടിക്കും. പോണമെന്ന് ഒരു തരുമ്പ് പോലും അച്ഛൻ ആഗ്രഹമില്ല. പിന്നെ ചേച്ചി കാരണ എന്നിങ്ങനെ അവരും പറയുമ്പം അതൊക്കെ ശരിയാ മോളെ, സാഹചര്യങ്ങളൊക്കെ ഞാനും പറഞ്ഞില്ലേ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം എല്ലാവരും കൂടി സിനിമയ്ക്ക് പോയിരിക്കുകയാണ്. എല്ലാവർക്കുള്ള ടിക്കറ്റ് രേവതിക്കുട്ടി തന്നെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടോ. അങ്ങനെ തിയേറ്ററിൽ കയറുമ്പോൾ രേവതിക്കുട്ടി പറയാണ്, എനിക്ക് വീറിൻ്റെ അടുത്തിരിക്കണം. രേവതിക്കുട്ടി പറഞ്ഞു. അവൾ രോഹിത്തിൻ്റെ കസേരയ്ക്ക് അടുത്ത് തന്നെ ഇരുന്നിട്ടോ. രോഹിത്തിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ എഴുന്നേറ്റ് ഒരു കസേര ഇട്ടിട്ട് മാറിപ്പോയിരുന്നു. ഉടൻ തന്നെ രേവതിക്കുട്ടിയും എഴുന്നേറ്റ് അവൻ്റെ അടുത്ത കസേരയിലിരുന്നു. നിനക്ക് എന്തിൻ്റെ കേടാ പെണ്ണെ? ഗ്രേസമ്മ ശാസിച്ചു. എൻ്റെ അടുത്ത് എന്തിനാ എണീറ്റ് ഓടുന്നേ? ഞാൻ എന്താ പേടിപ്പിക്കോ? രേവതിക്കുട്ടി ചോദിച്ചു. ആ ചെറുക്കനെവിടെങ്കിലും സ്വയമായിട്ട് ഇരുന്നിട്ട് നിനക്ക് എന്താ ഇത്ര കുശുമ്പ്? എന്തിനാ അവനെ എങ്ങനെ നീ ശല്യപ്പെടുത്തുന്നേ? ആര് ശല്യപ്പെടുത്തി? ഞാൻ അടുത്തിരിക്കുന്നത് ഒരു ശല്യമാണോ? ഞാൻ തൊടുന്നില്ല, സംസാരിക്കുന്നില്ല. എനിക്കിഷ്ടമില്ല നീ എൻ്റെ അടുത്തൊന്നിരിക്കുന്നത് എന്ന് രോഹിത്ത് പറയുന്നുണ്ട്. അരിശമോണ്ട് രോഹിത്ത് അവളെ നോക്കാം കേട്ടോ. അലീന ഗ്രേസമ്മയുടെ അടുത്താണ് ഇരുന്നത്. ബാക്കി രണ്ടുപേരും രേവതിക്കുട്ടിയുടെ അപ്പുറത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ അവൾ എണീറ്റ് അപ്പുറത്ത് സീറ്റ് നിന്നിട്ട് രോഹിത്തിന് തനിക്കും ഗ്രേസമ്മയ്ക്കും മധ്യമുള്ള സീറ്റ് കൊടുത്തു. ഇന്ന് നിന്റെ വിളിച്ചിലൊന്ന് കാണട്ടെ. എന്നിട്ട് അലീന പറയാണ്, അയ്യടാ ഇയാളെ വീടിന്ന് വിളിക്കുന്ന എന്നെ അടിക്കണം. വീരു സുന്ദരിയായൊരു പെൺകുട്ടി അടുത്തുനിന്നിരിക്കുമ്പം എണീറ്റ് ഓടുന്ന പേടിത്തൊണ്ട് രേവതിക്കുട്ടി കളിയാക്കാൻ കേട്ടോ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അയ്യോടി ഒരു സുന്ദരി എന്ന് പറഞ്ഞുകൊണ്ട് അലീനയൊക്കെ കൂടി കളിയാക്കാണ്. അങ്ങനെ ബബിതയും രോഹിത്തും കൃഷ്ണയും അലീനയും എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരുന്ന് ആ ഒരു സിനിമ കാണുകയാണ്. സിനിമ കഴിഞ്ഞ് വന്നപ്പോൾ 1 മണിയായിട്ടോ. കൃഷ്ണയും അലീനയും അതുപോലെ തന്നെ രേവതിക്കുട്ടിയുടെ മുറിയിലാണ് അലീനയും ബബിതയൊക്കെ കിടക്കുന്നത് കേട്ടോ. രോഹിത്തിൻ്റെ മുറിയിലേക്ക് രാത്രിയിൽ രേവതിക്കുട്ടി പായും അതുപോലെ വിരിക്കാനുള്ള വിരിയും പില്ലോ ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അവൾ ഷീറ്റ് വിരിക്കാൻ തുടങ്ങിയപ്പോൾ രോഹിത് ദേഷ്യത്തിൽ പറഞ്ഞു, അവിടെ വെച്ചിട്ട് പോയിക്കോ, ഞാൻ വിരിച്ചോളാം. താങ്ക്സ്. ഈ മുറി തൂക്കാൻ തുടക്കുകയും ഒക്കെ തന്നെത്താൻ ചെയ്തോളാണേ. ഓ ഒന്ന് ഇറങ്ങി തന്നാൽ മതി ഈ മുറിന്ന്. അയ്യടാ എന്തൊരു ശൗര്യം. പെൺകുട്ടികളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ഈ വീരശൂര പരാക്രമം അല്ലേ? രോഹിത് അടുത്തേക്ക് ചെല്ലുന്നത് കണ്ട് രേവതിക്കുട്ടി വേഗം വാതിലെത്തി സുരക്ഷിത സ്ഥാനത്ത് നിന്നു. ഇയാളെന്താ എന്നെ കൊല്ലാൻ വരുവാണോ? എനിക്ക് വാതിലടക്കണം. പറഞ്ഞതും അവൻ വാതിലടച്ച് ബോൾട്ടിട്ട് കഴിഞ്ഞു. രേവതിക്കുട്ടി ആ വാതിലിൻ്റെ ഇടിയിടിച്ചിട്ട് തിരിഞ്ഞു നിന്നിട്ടോ. അങ്ങനെ എല്ലാവരും കൂടി രാവിലെ ചിന്നുമോളെ കാണാനായിട്ട് കൊല്ലത്തേക്ക് പോവാണ്. എല്ലാവരും കയറുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഗ്രേസമ്മയും മാമച്ചനാൻ്റെയും വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇല്ലാതെ ഞങ്ങൾക്കും കാണണ്ടേ ചിന്നുമോളെ എന്ന് ചോദിക്കാണ്. അങ്ങനെ എല്ലാവരും കൂടി കാറിൽ കയറി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. കാർ ഡ്രൈവ് ചെയ്യുന്നത് രോഹിത്താണ്. അല്ല ഇയാൾക്ക് ലൈസൻസും കാര്യമൊക്കെ ഉണ്ടോ എന്ന് രേവതി കളിയാക്കുമ്പോൾ പിന്നെ അവൻ ലൈസൻസും ഇല്ലേ, നീ എന്തിനാ ആവശ്യമില്ലാതെ അവനെ ചൊടിപ്പിക്കുന്നേ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി നേരെ ഓർഫനേജിലേക്ക് പോവാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയായി കാണും. നേരെ അവർ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ മദറിനെ കണ്ടിട്ട് ചിന്നുമോളെ കാണുന്നുള്ള ആവശ്യം പറയാണ്. അപ്പോഴേക്കും അവർ ചിന്നുമോളെ വിളിക്കുന്നുണ്ട് കേട്ടോ. ചിന്നുമോള് ഇവരെ കണ്ടുടനെ ഓടി വന്ന് അലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. അതുപോലെ തന്നെ ഗ്രേസമ്മയും മാമച്ചനാങ്കിളിനെയും കണ്ട് പരിചയമുള്ളതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാരൊക്കെയാന്ന് നോക്കിയേ എന്ന് അലിനെ പറയാണ്. ആരാ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ അനിയനും അനിയത്തിമാരുമാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മദറിൻ്റെ അടുത്തേക്ക് അലീന ചെല്ലുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടിയും അലീനയും അതുപോലെ രോഹിയും ബബിയും ഒക്കെ കൂടിയിട്ട് മദറിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അലീന പറയുന്നുണ്ട്, അന്ന് മദർ പറഞ്ഞിരുന്നല്ലോ ഒരു സ്പോൺസർഷിപ്പിൻ്റെ കാര്യം, അതെങ്ങനെയാണ് അതിൻ്റെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ നിങ്ങളെ കാണാനിരിക്കുകയായിരുന്നു. നിങ്ങളുടെ വരാനായിട്ട് ഞങ്ങൾ നോക്കിയിരിക്കാം. അതിവിടെയുള്ള വലിയൊരു തുണിക്കടയുടെ ഓണറായ ഒരു സ്ത്രീയാണ്. അവർക്ക് കുറേ കാലം കൊണ്ട് മക്കളില്ല. അവർ ആൺകുട്ടി അന്വേഷിച്ചാണ് വന്നത്. പക്ഷെ ചിന്നുമോളെ കണ്ടപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവർ ചിന്നുമോളെ ദത്തെടുക്കല്ല, പകരം സ്പോൺസർ ചെയ്യുക. അവരിനെ പഠിപ്പിച്ച് അവരിനെ എല്ലാ ചിലവുകളും നോക്കി അവർ ചിന്നുമോളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളാണല്ലോ ഇവളെ കൊണ്ട് നീപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമ്മതമില്ലാതെ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മാമച്ചനങ്ങളും ഗ്രേസമ്മയാനിയും പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞല്ലേ കുട്ടി ദത്തെടുത്തോളാന്ന്. പക്ഷെ നിങ്ങളാണല്ലോ അന്നതിന് സമ്മതിക്കാഞ്ഞത്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞങ്ങളുടെ പറഞ്ഞോന്ന് ഞങ്ങൾ പറഞ്ഞല്ലേ എന്ന് പറയുമ്പം അതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഇവരിപ്പോൾ അതെല്ലാം ചെയ്ത് നീങ്ങിയതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതുപോലെ തന്നെ ഒരു ആൺകുട്ടി ദത്തെടുക്കാനായിരുന്നു അവർ താല്പര്യവും. നിങ്ങൾ ചിന്നുമോളെ നേരത്തെ കണ്ട് ഇഷ്ടപ്പെട്ടാണല്ലോ നിങ്ങൾ അവൾ ദത്തെടുക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ ഇവരങ്ങനല്ല, ഇവിടെ കുട്ടികളെ സെലക്ട് ചെയ്തൊന്നും അല്ല കൊടുക്കാറ് എന്നൊക്കെ മാത്രം പറയുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ചിന്നുമോളുടെ ഒരു ഭാഗ്യമാണെന്ന് പറഞ്ഞാൽ മതി. കണ്ടിട്ട് വളരെ നല്ലൊരു സ്ത്രീയാണ്. ഞങ്ങളും അന്വേഷിച്ചു. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലതാ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല.
ആ പയ്യൻ അവിടെ സുഖമായിട്ട് ജീവിക്കും. പിന്നെ നമ്മളുടെ ചിന്നമോളുടെ എല്ലാ ചെലവുകളും അവർ ഏറ്റെടുക്കും. അതൊരു വലിയ കാര്യമില്ല അലീന. അത് മാത്രമല്ല, ഈ ഒരു ഓർഫനേജിന് വേണ്ടിയിട്ട് അവർ 5 ലക്ഷം രൂപയും നൽകും. അതും ബാക്കിയുള്ള കുട്ടികളുടെ പഠനത്തിനും ബാക്കി ചെലവുകൾക്കൊക്കെ ഒരുപാട് ഉപയോഗപ്രദമാകും എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾക്ക് ബിഷപ്പ് അച്ഛനോടൊന്ന് ചോദിക്കണം. പിന്നെ മദർ സുപ്പീരിയറിനോട് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. മദർ സുപ്പീരിയറിനോട് പറഞ്ഞപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടാനാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് പറയാനാണ് പറഞ്ഞത്. അവർക്കും ഇതിന് സമ്മതമാണ്. കാരണം ഒരു കുട്ടിയെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് ഓർക്കുമ്പം മദറിനും ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയാണ്. അങ്ങനെ അലീനയും രേവതിക്കുട്ടിയും കൂടി ചോദിക്കാണ്, ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാ, ആ സമയത്ത് ഇവളെ കൂടി കൊണ്ടുപോക്കോട്ടെ എന്ന് ചോദിക്കുമ്പം അത് പറ്റില്ല. ഇവിടെ എല്ലാ കുട്ടികൾക്കും ഒരേ നിയമമല്ലേ ഉള്ളൂ. നിങ്ങൾ വന്ന് ആ കുട്ടിയെ മാത്രം കൊണ്ടുപോകുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് സങ്കടമാവില്ലേ? അതുകൊണ്ട് കൊണ്ടുപോകണ്ട എന്ന് പറയാണ്. അയ്യോ അങ്ങനെ പറയല്ലേ സിസ്റ്റർ, ഞങ്ങളല്ലേ ഇവളെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചത്, ഞങ്ങൾക്കുള്ള അവകാശമില്ലേ എന്ന് ചോദിക്കാണ്. എങ്കിലും മദർ സുപ്പീരിയറൊന്ന് ചോദിച്ചു നോക്കോ, വിടുവാണെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ നടന്ന് ആ ഓർഫനേജ് മൊത്തം ചുറ്റി നടന്ന് കാണുകയാണ്. ത്യാഗഭവനം മുഴുവനും അവർ നടന്ന് കാണുന്നുണ്ട്. ഇത്രയധികം കുട്ടികളാണോ അനാഥ കുട്ടികൾ എന്ന് രോഗി ചോദിക്കുമ്പം ഇതൊന്നും അല്ല, ഇതിപ്പോൾ ഇവിടെയുള്ള ചെറിയൊരു സ്ഥാപനമല്ലേ. ഇതുപോലെ കേരളത്തിൽ മാത്രം എത്ര സ്ഥാപനങ്ങളാ, അവിടെ എത്രയോ പിഞ്ചു കുട്ടികളാ അച്ഛനമ്മയും വേണ്ടാതെ ഉപേക്ഷിക്കുന്നവര് എന്ന് പറയുന്നുണ്ട്. ബാബി ചോദിക്കാണ്, പാവുണ്ടല്ലേ, അമ്മ അച്ഛനൊക്കെ ഇല്ലാതെ ഇവരെങ്ങനെ വളരും എന്ന് ചോദിക്കുമ്പം അതൊക്കെയാ മോളെ കഷ്ടം. അമ്മയും അച്ഛനെയൊക്കെ വിലയേറണമെങ്കിൽ ഇവിടെയൊക്കെ നിന്ന് പഠിക്കണം എന്നൊക്കെ അലീന പറയാണ്. ഞങ്ങളെ ജീവിച്ചതെല്ലാം ഇവിടെ തന്നെയാ. ഞങ്ങൾ ഭക്ഷണത്തിനും വസ്ത്രത്തിനൊക്കെ വേണ്ടിയിട്ട് ഓരോ വീടുകളിൽ നടന്ന് ഭിക്ഷ പോലെ യാചിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പം രോഹിക്കും അഭിലേക്കൊക്കെ ഭയങ്കര സങ്കടമാവുന്നു കേട്ടോ. അതുപോലെയാ ഞങ്ങൾ ജീവിച്ചത്. ആരെങ്കിലൊക്കെ കൊണ്ടുതരുന്ന ദാനം കൊണ്ടാ ഇവിടെ കഴിഞ്ഞു പോണത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ കൊണ്ടുവന്ന സ്വീറ്റ്സും സാധനങ്ങളെല്ലാം കൊണ്ട് അവിടെയുള്ള എല്ലാ അനാഥ കുട്ടികൾക്കും ഇവർ വിതരണം ചെയ്യാണ്. ഡ്രസ്സുകളും മറ്റു സമ്മാനങ്ങളും എല്ലാം വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ മദർ സുപ്പീരിയറിനടുത്ത് ചെന്നിട്ട് ഈ കാര്യം ആവശ്യപ്പെടുമ്പോൾ മദർ സമ്മതിക്കുന്നില്ല കേട്ടോ. എങ്കിലും അലീന ഞങ്ങളെ കൊണ്ട് ഏൽപ്പിച്ചതല്ലേ, ഒരു ദിവസമെങ്കിലും കൊണ്ടുപോക്കോട്ടെ എന്നൊക്കെ ചോദിച്ച് മദറിനോട് സമ്മതം മേടിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയും അലീനയും ബാക്കി എല്ലാവരും കൂടി അങ്ങനെ ചിന്നമോളയും കണ്ട് നേരെ ഒരു ഹോട്ടലിലേക്ക് പോവാണേ. അങ്ങനെ എല്ലാവരും ആ ഹോട്ടലിൽ ഇരിക്കുന്നുണ്ട്. ചിന്നിമോക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പം ഉച്ചയ്ക്ക് അവിടെ കഞ്ഞിയും പയറുവാ, അത് മതിയെന്ന് പറഞ്ഞത് കേൾക്കുമ്പം എല്ലാവർക്കും ഭയങ്കര സങ്കടമാവാണ് കേട്ടോ. കാരണം നല്ല രീതിക്കുള്ള ഭക്ഷണം പോലും അവിടെ നിന്ന് കഴിക്കാൻ കിട്ടാറില്ലല്ലോ. ആ കുട്ടിയുടെ സൗമ്യമായ സംസാരം കേൾക്കുമ്പോഴേക്കും എല്ലാവരും ചങ്ങന്ന് പെടയുന്നുണ്ട്. ഇത്രയും കാലം താനൊക്കെ സ്വർഗത്തിലാ ജീവിച്ചതെന്ന് ബബിതയ്ക്കും കൃഷ്ണമോക്ക് രോഹിത്തിനും മനസ്സിലായി കേട്ടോ. രോഹിത്ത് പറയാണ്, എങ്കിലും ഇത്രയൊക്കെ കഷ്ടപ്പാടൊക്കെ പുറത്ത് അനുഭവിക്കുന്നുണ്ടെന്ന് ഞങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ലായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാശില് ഞങ്ങൾ മതിമറന്ന് ഈ ലോകം തന്നെ മറന്ന് ജീവിക്കായിരുന്നു. ഇതൊക്കെ കാണുമ്പോഴാ ശരിക്കും നമ്മൾ ആരാണ്, എത്ര ഭാഗ്യവാനാണെന്നൊക്കെ മനസ്സിലാവുന്നതെന്ന് രോഹിത്ത് പറയുന്നുണ്ട്. ബാബി പറയാണ്, അതെ ശരിയാ, അച്ഛനമ്മയൊക്കെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവർ നമ്മളെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടല്ലേ നമുക്കിന്ന് ഈ കാണുന്ന സൗഭാഗ്യമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അതല്ലാത്തവരുടെ അവസ്ഥയൊക്കെ ഇത് തന്നെയല്ലേ ചേച്ചി എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ അവർ എല്ലാവരും ഊണും ബിരിയാണിയും അങ്ങനെ ഒരുപാട് സ്നാക്സും ഐസ്ക്രീമും എല്ലാം മേടിക്കുകയാണ്. ആർത്തിയോട് കൂടിയിട്ട് ചിന്നമുളത് കഴിക്കുന്നത് കാണുമ്പം ആലിയുടെയും കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് തിരികെ കുഞ്ഞിനെ കൊണ്ട് വിടുന്നുണ്ട്. സ്പോൺസർഷിപ്പിൻ്റെ കാര്യത്തിൽ ഒന്നുകൂടി മദർ ചോദിക്കുമ്പോൾ അവരോട് വന്ന് ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തോളാൻ പറ, ഞങ്ങൾ ഒന്നുകൂടി വരാം, അപ്പോൾ തീർച്ചപ്പെടുത്തി പറയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിന്നമോളെ വന്ന ആ പെണ്ണിന് കൈമാറാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ചിന്നമോളെ തിരികെ ഏൽപ്പിച്ച് എല്ലാവരും കൂടി രാത്രി നൈറ്റ് ക്ലബിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നല്ല പാർട്ടിയായിട്ട് നല്ല ഓളമായിട്ട് എല്ലാവരും വളരെ അധികം എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരികെ ഏറെ വൈകിയാണ് രാത്രി എല്ലാവരും വീട്ടിലേക്ക് വന്നിട്ടോ. അതിനുശേഷം എല്ലാവരും രോഹിത്തിൻ്റെ മുറിയിൽ കൂടുന്നുണ്ട്. ഗ്രേസിനും മാമച്ചനങ്ങളും കൂടി മുറിയിൽ നിന്ന് സംസാരിക്കുകയായിരിക്കും. ഈ സമയത്ത് ബാക്കി 5 പേരും കൂടി മുറിയിൽ നിന്ന് സംസാരിക്കുകയാണേ. എന്നിട്ട് അവർ അലിനെയും രേവതിക്കുട്ടിയും കൂടി അങ്കിളുടെ ആൻറ്റിയുടെ മോൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷിറിൻ്റെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ പറയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഇങ്ങനൊരു സാഡ് സ്റ്റോറി ഇവർക്കും ഉണ്ടല്ലേ, ആ കുട്ടിയും ഇപ്പം അനാഥയെപ്പോലെ വളരെയായിരിക്കും, ഇങ്ങനെയുള്ള കുട്ടികളാ ഓരോ അനാഥത്തിലൊക്കെ കഴിഞ്ഞുകൂടുന്നേ അല്ലേ അലിന ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അലിയുടെ മുഖവും വല്ലാണ്ടങ്ങ് മാറിയിട്ടോ. കൃഷ്ണമോള് പറയാണ്, എന്നിട്ടിപ്പോൾ ആ കുഞ്ഞ് എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ലേ? ഇല്ല, അതറിയാമെങ്കിൽ ഇവർ തന്നെ അവരെ സ്പോൺസർ ചെയ്യും കൊണ്ടുവന്ന് വളർത്തുകയും ചെയ്യത്തില്ലായിരുന്നോ? അവരുടെ സ്വന്തം കൊച്ചുമോളല്ലേ, അറിയാമെങ്കിൽ എപ്പോഴേ കൊണ്ടുവന്നേനെ എന്ന് പറയാണ്. പാവം കുട്ടി ഇപ്പം എവിടെയോ ഒരു അനാഥയെപ്പോലെ കഴിയുന്നുണ്ട്, ഇത്രയും നല്ല ഒരു അമ്മയും ഒരു അച്ഛനും ഒക്കെ ഉള്ളപ്പോൾ എന്ന് രേവതിക്കുട്ടി പറയാണ്.
അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും വേറെ രീതിക്കൊന്ന് അന്വേഷിച്ചാലോ, ആ കുട്ടി എവിടെയാണെന്ന്. കുറച്ച് സാഹസമൊക്കെ കാണിക്കേണ്ടി വരും. അലീന പറയാണ്, എന്ത് കാണിച്ചാലും സാരമില്ല, ആ കുഞ്ഞിനെ കണ്ടെത്തണം. അല്ല, ഇപ്പൊ ടോണിച്ചേട്ടനും അതിന് സപ്പോർട്ടല്ലേ? അതെ, ടോണിച്ചേട്ടന് സമ്മതിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാന്ന്. ഷെറിൻ ചേച്ചിയെ കാണാൻ പോയിരുന്നു, അവിടെ പോയി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ മാനസിക നില ഇപ്പോൾ ആകെപ്പാട് തെറ്റിയിരിക്കുകയല്ലേ, ചേച്ചിക്ക് അതുകൊണ്ട് ഒന്നും അറിയില്ല. അതുപോലെ തന്നെ ചേച്ചിയുടെ ആങ്ങളയ്ക്കും ഭാര്യയ്ക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവർ അച്ഛനൊക്കെ അറിയാവുന്നത്. അയാളാണെങ്കിലോ വലിയൊരു മുരടനാ, അയാളെ കണ്ടാൽ തന്നെ പേടിയായി പോവും. ഇപ്പോഴും ശൗര്യത്തിനൊന്നും ഒട്ടും കുറവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് വേറൊന്നും അന്വേഷിച്ചില്ല. ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിക്കണം. രോഹിത് പറയാണ്, നമുക്ക് എങ്ങനെയെങ്കിലും അന്വേഷണം കണ്ടെത്താം എന്ന് പറയാൻ കേട്ടോ. അങ്ങോട്ടേക്ക് ഗ്രേസും മാമച്ചനും ചോദിക്കുന്നുണ്ട്, അല്ല ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാവോ? പിന്നെന്താ? അല്ല, ഇവിടെ എന്താ ചർച്ച? ഞങ്ങളുടെ ചർച്ച മൊത്തം ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞിനെ പറ്റിയാ, ഇവിടുത്തെ കുഞ്ഞിനെ പറ്റി. അപ്പോഴേക്കും ഗ്രേസമ്മയുടെയൊക്കെ മുഖം വാടുകയാണ് കേട്ടോ. രേസ്മ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഇന്ന് നമ്മൾ കണ്ടതുപോലെ ഏതോ അനാഥാലയത്തിൽ എല്ലാം സാക്രിഫൈസ് ചെയ്ത് കഴിയല്ലേ. എങ്ങനെ സുഖമായിട്ട് ജീവിക്കേണ്ട കുട്ടിയാ. പക്ഷെ എന്ത് ചെയ്യാനാ, അവളുടെ വിധി അങ്ങനെ ആയിപ്പോയില്ലേ. ആ വീട്ടുകാർ നമുക്ക് ആ കുഞ്ഞിനെ തന്നാൽ മതിയായിരുന്നല്ലോ. അവരുടെ മകള് സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ. പക്ഷെ ആ കുഞ്ഞിനെങ്കിലും ഞങ്ങൾക്ക് തന്നുണ്ടായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് ഗ്രേസ്മ പറയുമ്പം അലീനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകാൻ കേട്ടോ. രേവതിക്കുട്ടി മുറിയിലേക്ക് വന്ന് അവന് ചായ കൊടുക്കാണ്. അവൻ ചായ മേടിക്കുന്നു കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട് തൊലിക്കട്ടി? ഇപ്പൊ ഇച്ചിരി ഒന്ന് ഉഷാറായില്ലേ? ആ ആയി എന്ന് പറയുമ്പം, ഇതാണ് എൻ്റെ ട്രീറ്റ്മെന്റ്, ഇപ്പൊ നല്ല മാറ്റം ആയില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ചോദിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് രേവതിക്കുട്ടിയോടൊന്ന് പോകുമ്പം രേവതിക്കുട്ടിയുടെ മനസ്സിൽ ചെറിയൊരു ഇഷ്ടമൊക്കെ അവന് തോന്നി തുടങ്ങാണ്. അങ്ങനെ രാവിലെ എല്ലാവരും പോകാൻ റെഡിയാവുന്നുണ്ട്. എന്നാലും 3-4 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഒത്തിരി നന്ദിയുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ സമ്മതിച്ചതിനും ഞങ്ങളെയൊക്കെ ഇതുപോലെ കയറി നോക്കിയതിനും. ബബിയും കൃഷ്ണനെ പറയാണ്, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് നല്ല സംശയവും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് എങ്ങനാവും, ഒരു പരിചയത്താളുകളുടെ വീടല്ലേ, അവിടെ നിൽക്കുമ്പം അവർക്ക് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, സ്വന്തം വീട് പോലെ തന്നെ കണക്കാക്കാൻ പറ്റുന്ന ഒരു വീടും അവിടെ സ്നേഹമുള്ള ഒരു ആൻറ്റി അങ്കിളും എന്നവൾ പറയുന്നത് കേട്ടോ. അങ്ങനെ ഗ്രേസമ്മയോടും മാമച്ചനോടും പറയുന്നുണ്ട്. അങ്ങനെ അവർ പറയാണ്, ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒറ്റ വിഷമേ ഉള്ളൂ, 3-4 ദിവസം നല്ല ഓളമായിരുന്നു, ഇനിയിപ്പോൾ വീണ്ടും ഒരു സൈലൻ്റ് ആവുമല്ലോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, നിങ്ങൾക്കിവിടെ ഒരു പ്രശ്നം വരില്ല, ദേ ഇവളുള്ളപ്പോൾ. ഇവള് മതിയല്ലോ നിങ്ങളുടെ മനസ്സമാധാനം കളയാൻ. വീട്ടിലൊന്നല്ല 10 ആൾക്കാരെ ഫലം ചെയ്യും എന്ന് പറയുമ്പോൾ, കൊള്ളാലോ, കണ്ടോ അല്ല ചേച്ചി, ഇത്രയും ദിവസം പൂച്ചക്കുട്ടിയെ പോലെ ഇരുന്ന ആളാ, ശൗര്യം വന്നത് കണ്ടോ, എന്നെ ട്രീറ്റ്മെൻറ്റ് ഏറ്റില്ലേ എന്ന് പറയുമ്പം അത് ശരിയായെന്ന് അലീനയും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇവിടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാം കാറിൽ കയറി പോകാൻ തുടങ്ങാണ്. അപ്പോൾ രേവതിക്കുട്ടിയെ തിരിഞ്ഞു നോക്കിയിട്ട് രോഹിത് തിരിഞ്ഞു നോക്കുമ്പോൾ രേവതിക്കുട്ടി വന്നതിന് രോഹിത്തിന് ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ട് യാത്ര പറഞ്ഞു കേട്ടോ. അങ്ങനെ പോകാൻ നേരം രേവതിക്കുട്ടിയുടെ കണ്ണുകളിലേക്ക് തന്നെ രോഹി നോക്കുകയാണ്. രോഹിനെ രേവതിക്കുട്ടി നോക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ രോഹിയുടെ രേവതിയുടെ മനസ്സിൽ ചെറിയ ഇഷ്ടമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ.